ആത്മനമസ്കാരം. ശ്രീമൻ നാരായണീയം ദശകം 21 നവവർഷങ്ങളും സപ്തദ്വീപാദികളും. കഴിഞ്ഞ ദശകത്തിൽ ഋഷഭയോഗീശ്വരന്റെ ചരിത്രം നമ്മൾ ചുരുക്കി പറഞ്ഞു. അവിടെ തന്നെ ഭാരതവർഷം മുതലായ 9 വർഷങ്ങളെക്കുറിച്ചും സപ്തദ്വീപുകളെക്കുറിച്ചും ചെറിയ രീതിയിൽ ഒരു പ്രസ്താവന ഉണ്ടായിട്ടുണ്ട്. അതായത് 20ാമത്തെ ദശകത്തിൽ നമ്മൾ കണ്ടു, സ്വയംഭുവ മനുവിൻ്റെ മകൻ പ്രിയവ്രതൻ രാജ്യം ഭരിക്കുമ്പോൾ തൻ്റെ തേരിൽ കയറി ഭൂമിയിൽ അദ്ദേഹം 7 പ്രാവശ്യം ചുറ്റി സഞ്ചരിച്ചു. ഇങ്ങനെ 7 പ്രാവശ്യം ചുറ്റി സഞ്ചരിച്ചപ്പോൾ ആ തേരിൻ്റെ ചക്രം താഴുന്ന ആ പ്രദേശം, താഴ്ന്നിട്ടുണ്ടായ കുഴികൾ, ആ തേർ ചക്രം താഴ്ന്നിട്ടുണ്ടായ കുഴികൾ പിന്നീട് 7 സമുദ്രങ്ങളായി മാറി എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ കരഭാഗം, ആ ഭൂഖണ്ഡങ്ങൾ 7 ദ്വീപുകളായും മാറി. ഈ 7 ദ്വീപുകളും പിന്നീട് പ്രിയവ്രതന് 7 പുത്രന്മാർ ജനിച്ചപ്പോൾ ആ 7 പുത്രന്മാരും ആഗ്നീന്ദ്രൻ മുതലായ 7 പുത്രന്മാരുമാണ് ഈ 7 ദ്വീപുകളും ഭരിച്ചു പോന്നിരുന്നത്. ഇതിൽ ആഗ്നീന്ദ്രൻ ഭരിച്ചിരുന്ന ദ്വീപാണ് ജംബൂ ദ്വീപ് എന്നറിയപ്പെടുന്നത്. അങ്ങനെ ആഗ്നീന്ദ്രൻ ജംബൂ ദ്വീപ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലം അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞു. അദ്ദേഹത്തിന് 9 പുത്രന്മാർ ജനിച്ചു. നാഭി മുതലായ 9 പുത്രന്മാർ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ 9 പുത്രന്മാർ അവരുടെ പിതാവായ ആഗ്നീന്ദ്രൻ ഭരിച്ചിരുന്ന ആ ജംബൂ ദ്വീപിനെ തന്നെ 9 ഭാഗങ്ങളായിട്ട്, വർഷങ്ങൾ അഥവാ രാജ്യങ്ങളായി വിഭജിച്ച് ഈ 9 മക്കളാണ് ഭരിച്ചു പോന്നിരുന്നത്. അപ്പൊ ജംബൂ ദ്വീപിനെ തന്നെ 9 ഭാഗങ്ങളായി, രാജ്യങ്ങളായി വിഭജിച്ചിട്ട് ആഗ്നീന്ദ്രന്റെ നാഭി മുതലായ 9 പുത്രന്മാർ അവിടെ ഈ 9 ദ്വീപുകളും ഭരിച്ചു പോന്നു. ഇനി ഒരു പ്രത്യേകത എന്തെന്നാൽ ഈ ദ്വീപുകളുടെ കിടപ്പിലാണ്, കാരണം ഒരു താമരപ്പൂവിന്റെ ആകൃതിയിലാണ് ഈ 9 ദ്വീപുകളും കിടന്നിരുന്നത്. താമരപ്പൂ നമുക്കറിയാം, താമരപ്പൂവിന്റെ മധ്യഭാഗം ഒരു കർണിക, അതിന് ചുറ്റും ഇതളുകളോട് കൂടിയിട്ടാണ് നമ്മൾ താമരപ്പൂ കാണുക. അതുപോലെ തന്നെയാണ് ഈ ജംബുദ്വീപ് കിടന്നിരുന്നത്. ഇതിന്റെ മധ്യഭാഗം, ഒത്ത നടുക്കെന്ന പോലെയുള്ള ഭാഗം ജംബുദ്വീപും മറ്റു 9 ദ്വീപുകളുമാണ് സ്ഥിതി ചെയ്തിരുന്നത്. അതായത് താമരപ്പൂവിന്റെ മധ്യത്തിലെ കർണിക, ചുറ്റുള്ള ഇതളുകൾ പോലെ മധ്യത്തിലെ കർണികയായി വരുന്ന ഭാഗം ജംബുദ്വീപും മറ്റ് 8 ദ്വീപുകളും, 9 ദ്വീപുകളാണല്ലോ ഇവർ ഭരിച്ചിരുന്നത്, മറ്റ് 8 ദ്വീപുകളും ഇതളുകളായിട്ടും ഒരു താമരപ്പൂ പോലെയാണ് ഈ 9 ദ്വീപുകളും കിടന്നിരുന്നത്. ഇതിൽ മധ്യത്തിൽ വരുന്ന ജംബുദ്വീപ് തന്നെ, ജംബുദ്വീപിനകത്ത് തന്നെ 8 പർവ്വതങ്ങളുണ്ട്. അപ്പോൾ തന്നെ ആ 8 പർവ്വതങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ 9 ഖണ്ഡങ്ങളായി അതിനെ വിഭജിച്ചിട്ടുണ്ട്. ജംബുദ്വീപിനെ തന്നെ 8 പർവ്വതങ്ങൾ ഉള്ളത് കൊണ്ട് 9 ഖണ്ഡങ്ങളായി വിഭജിച്ചു. അവയുടെ മധ്യഭാഗത്ത്, ഈ 9 ഖണ്ഡങ്ങളുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഇളാവൃതം എന്ന വർഷം. ഈ 9 ഖണ്ഡങ്ങളെ പൊതുവെ വർഷം എന്നാണ് വിളിക്കുന്നത്. ഇതിന്റെ തന്നെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഇളാവൃതം എന്ന വർഷം. അതായത് നമ്മൾ ഈ ഒരു ദശകത്തിൽ ഭൂമണ്ഡലത്തിന്റെ ആ ഒരു കിടപ്പ്, എങ്ങനെയാണ് ഭൂമിയുടെ ആ കിടപ്പ്, അതുപോലെ ഈ ജഗത്തിന്റെ എങ്ങനെയാണ് ഈ ജഗത്തിന്റെ പ്രധാന വിഭാഗങ്ങൾ, അവയിൽ ഓരോന്നിലും ഏതേത് രൂപത്തിലാണ് ഭഗവാനെ ഉപാസിച്ചു പോന്നത് എന്നതിനെ കുറിച്ചാണ് ഈ ദശകത്തിൽ സാമാന്യമായി പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളത് എന്നർത്ഥം. അതായത് ജഗത്തിന്റെ പ്രധാന ഭാഗങ്ങൾ, അതിൽ ഭൂമണ്ഡലത്തിന്റെ കിടപ്പ്, അവയിൽ ഓരോ ഭാഗങ്ങളിലും ആ കിടപ്പിൽ ഭൂമിയുടെ ആ കിടപ്പിൽ ഏതേത് രൂപത്തിൽ, ഓരോ ഭാഗങ്ങളിലും ഏത് രൂപത്തിലൊക്കെയാണ് ഭഗവാനെ ഉപാസിച്ചു പോന്നിരുന്നത്. ഇതാണ് നമ്മൾ പൊതുവെ ഈ ഒരു ദശകത്തിൽ ചുരുക്കി പ്രസ്താവിച്ചിട്ടുള്ളത്. ശ്ലോകം 1. മധ്യോദ്ഭവേ ഭുവ ഇളാവൃതനാംനി വർഷേ ഗൗരീ പ്രധാന വനിതാ ജന മാതൃഭാജി ശർവേണ മന്ത്രനുദിഭിഃ സമുപാസ്യമാനം സംഘർഷണാത്മകമധീശ്വര സംശ്രയേ ത്വാം. മധ്യോദ്ഭവേ
ഭുവ ഇളാവൃത നാംനി വർഷേ ഗൗരീ പ്രധാന വനിതാജന മാത്രഭാജി ശർവേണ മന്ത്രനുതിഭിഃ സമുപാസ്യമാനം സംഘർഷണാത്മകം അധീശ്വര സംശ്രയേ ത്വാം. ഭുവഃ ഭൂമിയുടെ മധ്യോദ്ഭവേ മധ്യഭാഗത്ത് ഉദ്ഭവിച്ച ഇളാവൃതനാംനി ഇളാവൃതം എന്നു പേരായ പ്രദേശം. ഇപ്പൊ നമ്മളിപ്പോ മുന്നേ തന്നെ പറഞ്ഞിരുന്നു ഇളാവൃതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന്. ആ ഭൂമിയുടെ ഒത്ത നടുക്കിൽ ഉത്ഭവിച്ച ഇളാവൃതം എന്നു പേരായ ആ പ്രദേശം ഗൗരി പ്രധാന ശ്രീപാർവതിയാകുന്ന നായികയോടുകൂടി, അതായത് ശ്രീ പാർവതി നായികയായിരിക്കുന്ന വനിതാജന മാത്രഭാജി സ്ത്രീജനങ്ങൾ മാത്രമുള്ള വർഷേ ആ വർഷത്തിൽ അഥവാ ഭൂഖണ്ഡത്തിൽ ശർവേണ ശ്രീ പരമേശ്വരനാൽ മന്ത്രനുതിഭിഃ മന്ത്രങ്ങളാലും സ്തുതികളാലും സമുപാസ്യമാനം നന്നായി സേവിച്ചു പോരുന്ന സംഘർഷണാത്മകം സംഘർഷണമൂർത്തിയായിരിക്കുന്ന അധീശ്വര അലയോ ഭഗവാനെ സ്വാമിൻ ത്വാം അങ്ങയെ സംശ്രയേ ഞാനിതാ ശരണം പ്രാപിക്കുന്നു എന്ന്. അതായത് ഭൂമിയുടെ ഒത്ത നടുക്ക് ഇളാവൃതം എന്ന പ്രദേശം, അവിടെ ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതി എന്ന ഭാര്യയോടൊപ്പം നായികയോടൊപ്പം മറ്റു സ്ത്രീജനങ്ങൾ മാത്രമായിട്ട്, അതായത് ഭഗവാൻ അല്ലാതെ മറ്റൊരു പുരുഷനും ആ ഇളാവൃതം എന്ന പ്രദേശത്ത് താമസിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഭഗവാൻ മാത്രമേ ഒരു പുരുഷനായിട്ടുള്ളൂ, ശ്രീ പാർവതിയും ഒപ്പം അവരെ സേവിക്കുന്ന കുറെ സ്ത്രീജനങ്ങളും. അങ്ങനെ ഈ വർഷത്തിൽ ഇളാവൃതം എന്ന വർഷത്തിൽ ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിയോടും മറ്റു സ്ത്രീജനങ്ങളോടൊപ്പം താമസിച്ചു പോരുമ്പോൾ അവിടെ ശ്രീ പരമേശ്വരൻ മന്ത്രങ്ങളാലും സ്തുതികളാലും നന്നായി സേവിച്ചു പോരുന്ന സംഘർഷണമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ അങ്ങയെ ഞാൻ ഇതാ ശരണം പ്രാപിച്ചു കൊള്ളുന്നു എന്നാണ് പറയുന്നത് ഈ ശ്ലോകത്തിന്റെ അർത്ഥമായിട്ട്. ഈ സംഘർഷണമൂർത്തി എന്ന് പറഞ്ഞ ബലരാമനാണ് എന്നാണ് പറയുന്നത്. ഈ ഇളാവൃതം എന്ന ദേശത്തിൽ അർദ്ധനാരീശ്വരനായ ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിയും കുറെ സ്ത്രീകളും മാത്രമാണ് താമസിക്കുന്നത്. ആ ദേശത്തിൽ സംഘർഷണമൂർത്തിയായിട്ടാണ് ഭഗവാനെ ഉപാസിക്കുന്നത്. അപ്പൊ അവിടുത്തെ ഉപാസ്യദേവൻ എന്ന് പറയുന്നത് സംഘർഷണമൂർത്തിയാണ്, എന്ന് വെച്ചാൽ ബലരാമനാണ് എന്നാണ് പറയപ്പെടുന്നത്. ശ്ലോകം 2. ഭദ്രാശ്വനാമക ഇളാവൃത പൂർവവർഷേ ഭദ്രശ്രവോഭിഋഷിഭിഃ പരിണൂയമാനം കൽപ്പാന്തഗൂഢനിഗമോദ്ധരണ പ്രവീണം ധ്യായാമി ദേവ ഹയശീർഷതനും ഭവന്തം. ഭദ്രാശ്വ നാമക ഇളാവൃത പൂർവവർഷേ ഭദ്രശ്രവോഭി ഋഷിഭിഃ പരിണൂയമാനം കൽപ്പാന്ത ഗൂഢ നിഗമ ഉദ്ധരണ പ്രവീണം ധ്യായാമി ദേവാ ഹയശീർഷതനും ഭവന്തം. ഇളാവൃത പൂർവവർഷേ ഇളാവൃത ഖണ്ഡത്തിന്റെ, അപ്പൊ ആദ്യത്തെ ശ്ലോകത്തിൽ ഇളാവൃതം എന്ന വർഷം, അവിടെ ഭഗവാൻ മഹാദേവനും പാർവതീദേവിയും മറ്റു സ്ത്രീകളും മാത്രം താമസിക്കുന്ന സ്ഥലം, അവിടെ ഭഗവാനെ സംഘർഷണമൂർത്തിയായിട്ടാണ് ആരാധിക്കുന്നത് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ വർഷമാണ് ഭദ്രാശ്വം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ഇളാവൃത പൂർവവർഷേ ഇളാവൃതത്തിന്റെ കിഴക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വർഷം. ഭദ്രാശ്വനാമകെ ഭദ്രാശ്വം എന്നു പേരായ ഈ വർഷത്തിൽ ഭദ്രശ്രവോഭിഃ ഋഷിഭിഃ ഭദ്രശ്രവസ്സുകൾ എന്ന മഹർഷിമാരാൽ പരിണൂയമാനം നന്നായി സ്തുതിക്കപ്പെട്ടു ഭഗവാനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥിച്ചിരുന്ന ഭഗവാന്റെ അവതാരം എന്ന് പറയുന്നത് കൽപ്പാന്ത ഗൂഢ നിഗമ ഉദ്ധരണ പ്രവീണം. കൽപ്പാന്തത്തിൽ, അതായത് പ്രളയകാലത്തിൽ ഗൂഢമായിട്ട് ബ്രഹ്മാവിൽ നിന്നും വേദങ്ങളെ, നിഗമം എന്ന് വെച്ചാൽ വേദങ്ങളെ കട്ടുകൊണ്ടുപോയ അസുരന്മാർ കട്ടുകൊണ്ടുപോയപ്പോൾ അതിനെ വീണ്ടെടുക്കുന്നതിനെ, ഉദ്ധരണം എന്ന് വെച്ചാൽ ആ വേദങ്ങൾ
വേദങ്ങളെ അസുരന്മാരിൽ നിന്നും വീണ്ടെടുക്കുന്നതിന് പ്രാവീണ്യം കാട്ടിയ, അതായത് മിടുക്കു കാട്ടിയ ഹയശീർഷതനും ഹയഗ്രീവമൂർത്തിയുടെ ശരീരരൂപത്തെ സ്വീകരിച്ച ഹേ ദേവാ, അല്ലയോ ഭഗവാനെ, ഭവന്തം ധ്യായാമി, അങ്ങയെ ഞാൻ ധ്യാനിച്ചു കൊള്ളുന്നു എന്ന്. അപ്പൊ ഇവിടെ രണ്ടാമത്തെ വർഷം ഭദ്രാശ്വമാണ്. ഇളാവൃതത്തിന്റെ കിഴക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വർഷമാണ് ഭദ്രാശ്വം. ഇവിടെ താമസിക്കുന്നത് ഭദ്രശ്രവസ്സുകൾ എന്ന മഹർഷിമാരാണ്. അവർ ഭഗവാനെ സ്തുതിച്ചിരുന്നത് ഹയഗ്രീവമൂർത്തിയായിട്ടാണ് ഭഗവാനെ സ്തുതിച്ചിരുന്നത്. കാരണം കൽപ്പാന്തത്തിൽ പ്രളയകാലത്ത് ബ്രഹ്മദേവനിൽ നിന്നും ആ വേദങ്ങളെ കട്ടെടുത്തു പോയ അസുരന്മാരിൽ നിന്നും വേദങ്ങളെ തിരിച്ചു പിടിക്കുന്നതിന് പ്രാവീണ്യം കാട്ടി അതിനായിട്ട് ഭഗവാൻ എടുത്ത അവതാരമാണ് ഹയഗ്രീവമൂർത്തിയായിട്ടുള്ള അവതാരം. അപ്പോൾ ഈ ഭദ്രാശ്വം എന്ന വർഷത്തിൽ ഭഗവാനെ ഹയഗ്രീവമൂർത്തിയായിട്ടാണ് ആരാധിക്കുന്നത്. അങ്ങനെ അവതരിച്ച ഹേ ദേവ, അങ്ങയെ ഞാൻ ഇതാ ധ്യാനിച്ചു കൊള്ളുന്നു. അതാണ് രണ്ടാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. ശ്ലോകം 3. ധ്യായാമി ദക്ഷിണഗതേ ഹരിവർഷവർഷേ പ്രഹ്ലാദമുഖ്യപുരുഷൈ പരിഷേവ്യമാണം ഉത്തുംഗശാന്തധവളാകൃതിം ഏകശുദ്ധാ ജ്ഞാനപ്രദം നരഹരിം ഭഗവൻ ഭവന്തം. ധ്യായാമി ദക്ഷിണഗതേ ഹരിവർഷവർഷേ പ്രഹ്ലാദമുഖ്യ പുരുഷൈഃ പരിഷേവ്യമാണം ഉത്തുംഗ ശാന്ത ധവളാകൃതിം ഏകശുദ്ധജ്ഞാനപ്രദം നരഹരിം ഭഗവൻ ഭവന്തം. അപ്പൊ മൂന്നാമത്തെ വർഷത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദക്ഷിണഗതേ എന്ന് വെച്ചാൽ തെക്കുഭാഗം, അതായത് ഏറ്റവും ആദ്യം മധ്യത്തിലുള്ള ഇളാവൃതത്തിന്റെ തെക്കുഭാഗത്തുള്ള ഹരിവർഷവർഷേ, ഹരിവർഷം എന്നു പേരുള്ള ആ വർഷത്തിൽ, ഭൂഖണ്ഡത്തിൽ പ്രഹ്ലാദ മുഖ്യ പുരുഷൈഹി, പ്രഹ്ലാദൻ തുടങ്ങിയ ഭക്തജനങ്ങളാൽ പരിഷേവ്യമാണം, നന്നായി സേവിക്കപ്പെടുന്നവനും, ഉത്തുംഗ എന്ന് വെച്ചാൽ അത്യുന്നതവും, ശാന്തം എന്ന് വെച്ചാൽ ശമഗുണപ്രധാനവും, ധവളാകൃതി വെളുത്തതുമായ ആകൃതിയുള്ളവനും, ഏകശുദ്ധജ്ഞാനപ്രദം ശുദ്ധമായ എന്ന് വെച്ചാൽ നിർമ്മലമായ, ഏകജ്ഞാനത്തെ എന്നാൽ അദ്വൈതജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവനുമായ ഭഗവാൻ, അല്ലയോ ഭഗവാനെ, നരഹരിം നരസിംഹമൂർത്തിയായ അവിടത്തെ, ഭവന്തം അവിടത്തെ, ധ്യായാമി ഞാനിതാ ധ്യാനിച്ചു കൊള്ളുന്നു എന്ന്. അപ്പൊ മൂന്നാമത്തെ വർഷമായിട്ട് പറയുന്നത് ഹരിവർഷമാണ്. ഇളാവൃതത്തിന്റെ തെക്കുഭാഗത്താണ് ഹരിവർഷം. മധ്യത്തിൽ ഇളാവൃതം, ഇളാവൃതത്തിന്റെ കിഴക്കുഭാഗത്ത് ഭദ്രാശ്വം, ഇളാവൃതത്തിന്റെ തെക്കുഭാഗത്ത് ഹരിവർഷം എന്ന ഭൂഖണ്ഡം. അവിടെ പ്രഹ്ലാദൻ തുടങ്ങിയ ഭക്തിജനങ്ങളാൽ ഭഗവാനെ സേവിച്ചിരുന്നു, ആരാധിച്ചിരുന്നു. ആ ആരാധിച്ചിരുന്ന ഉപാസനാമൂർത്തി നരസിംഹമൂർത്തിയായിട്ട് ഭഗവാനെ അവർ ആരാധിച്ചിരുന്നത്. ആ നരസിംഹമൂർത്തിയുടെ വർണ്ണനയാണ് അത്യുന്നതനാണ്, ശമഗുണം ശാന്തഗുണ പ്രധാനം, വെളുത്തമായ ആകൃതി, ശുദ്ധമായ ഏകജ്ഞാനത്തെ അതായത് അദ്വൈത ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവനുമാണ് നരസിംഹമൂർത്തി. അങ്ങനെയുള്ള ഭഗവാനെ ഞാനിതാ ധ്യാനിച്ചു കൊള്ളുന്നു. ഇതാണ് മൂന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. ശ്ലോകം 4. വർഷേ പ്രതീചി ലളിതാത്മനി കേതുമാലേ ലീലാവിശേഷലസിതസ്മിത ശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതി സുതൈശ്ച നിഷേവ്യമാനം തസ്യാ പ്രിയായ ധൃതകാമതനും ഭജേ ത്വാം. വർഷേ പ്രതീചി ലളിതാത്മനി കേതുമാലേ ലീലാവിശേഷ ലസിതസ്മിത ശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതി സുതൈഃ ച നിഷേവ്യമാണം തസ്യാഹ പ്രിയായ ധൃതകാമതനും ഭജേ ത്വാം. ലളിതാത്മനി എന്ന് വെച്ചാൽ നല്ല മനോഹരമായ തികഞ്ഞ വടിവുള്ള കേതുമാലെ, കേതുമാലം എന്ന പ്രദേശം.
എന്ന വർഷം. പ്രതീജി എന്ന് വെച്ചാൽ പടിഞ്ഞാറ് ഭാഗം. അപ്പോൾ ഇളാവൃതത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വർഷേ കേതുമാലം എന്ന ഈ വർഷത്തിൽ ലീലാവിശേഷങ്ങളാലും ലസിത സ്മിതം തെളിഞ്ഞ പുഞ്ചിരിയാലും ശോഭനാംഗം അഴകുള്ള ആകൃതിയുള്ളവനുമായിട്ട് ലക്ഷ്മിയ ശ്രീ ഭഗവതിയും പ്രജാപതി സുതൈഹി പ്രജാപതി ബ്രഹ്മാവിന്റെ സുതൈഹി പുത്രന്മാർ എന്ന് വെച്ചാൽ സനകാദി മഹർഷിമാരാലും ച നിഷേവ്യമാണം നന്നായി സേവിച്ചു പോരുന്നവനുമായ ആ ഭഗവാൻ തസ്യാഹ പ്രിയായ തൻ്റെ പ്രിയപ്പെട്ട പത്നിയായ ശ്രീ ഭഗവതിയുടെ പ്രിയായ പ്രീതിക്ക് വേണ്ടിയിട്ട് ധൃത കാമതനും കാമദേവനായി അവതരിച്ചുവത്രേ. അങ്ങനെയുള്ള ത്വാം ഭഗവാനെ അങ്ങയെ ഭജേ ഞാൻ ഇതാ ഭജിച്ചു കൊള്ളുന്നു എന്ന്. അപ്പൊ 4ാമത്തെ വർഷം കേതുമാലം എന്നാണ് പേര്. നല്ല മനോഹരമായ വടിവൊത്തൊരു പ്രദേശമാണത്. ഇളാവൃതത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഭഗവാൻ കാമദേവനായിട്ടാണ് ഭഗവാനെ ആരാധിച്ചു വരുന്നത്. അപ്പൊ അവിടെ ലക്ഷ്മി ദേവിയും സനകാദി മഹർഷിമാരും ഒക്കെ ഭഗവാനെ കാമദേവന്റെ രൂപത്തിലാണ് അവിടെ ആരാധിച്ചു പോരുന്നത്. അവിടെയുള്ള ഭഗവാന്റെ രൂപം തൻ്റെ ലീലാവിശേഷങ്ങളാലും തെളിഞ്ഞ പുഞ്ചിരിയാലും നല്ല അഴകാർന്ന ആകൃതിയുമുള്ളതാണ്. കാമദേവനാണല്ലോ, അപ്പൊ അത്രയും മനോഹരമായ രൂപം. ഈ പ്രദേശത്തിനും അത്രയും വടിവുള്ള മനോഹരമായ നല്ല ചന്തമേറിയ ഒരു പ്രദേശമാണ് ഈ കേതുമാലം എന്നറിയപ്പെടുന്നത്. അപ്പൊ അവിടെ സനകാദി മഹർഷിമാരും ശ്രീ ഭഗവതിയും ഭഗവാനെ കാമദേവനായിക്കൊണ്ട് ആരാധിച്ചു പോരുന്നു. അപ്പൊ ഭഗവാൻ ആ കാമദേവന്റെ രൂപം ആ രൂപത്തിൽ അവതരിച്ചത് തൻ്റെ പ്രിയ പത്നിയായ ലക്ഷ്മി ദേവിയുടെ പ്രീതിക്ക് വേണ്ടിയാണ് എന്നുകൂടി ഇവിടെ പറഞ്ഞു വെക്കുന്നു. ഇവിടെ പ്രത്യുപ്നനെയാണ് കാമദേവൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രജാപതി സുതന്മാർ എന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ പുത്രന്മാരായ സനകാദികള്. അപ്പോ ഈ കേതുമാലം എന്ന പ്രദേശത്ത് പ്രത്യുപ്നനെയാണ് ഭഗവാനായി അവതരിച്ച ഭഗവാന്റെ പ്രത്യുപ്ന അവതാരത്തെയാണ് ആരാധിക്കുന്നത് എന്നർത്ഥം. ശ്ലോകം 5. രമ്യേ ഹ്യുദീചി ഖലു രമ്യകനാംനി വർഷേ തദ്വർഷനാഥമനുവർയ സപര്യമാണം ഭക്തൈകവത്സലമമത്സരഹൃത്സുഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. രമ്യേ ഹി ഉദീചി ഖലു രമ്യക നാംനി വർഷേ തദ് വർഷനാഥം അനുവർയ സപര്യമാണം ഭക്തൈകവത്സലം അമത്സരഹൃത്സു ഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. ഉദീചി ഖലു, അതായത് ഉദീചി എന്നാൽ വടക്ക്, ഇളാവൃതത്തിന്റെ വടക്കുഭാഗത്ത് രമ്യേഹി നല്ല രമണീയമായത്, അതായത് വളരെ മനോഹരമായതുമായ രമ്യകനാംനി രമ്യകം എന്നു പേരുള്ള വർഷേ ആ ഭൂഖണ്ഡത്തിൽ, അതായത് ആ വർഷത്തിൽ തത് വർഷനാഥം ആ രമ്യക വർഷത്തിന്റെ നാഥനായ മനുവര്യ മനുശ്രേഷ്ഠനാൽ ആ രമ്യക വർഷത്തിന്റെ നാഥൻ എന്ന് പറയുന്ന മനു വൈവസ്വത മനുവാണ്. ആ മനുശ്രേഷ്ഠനാൽ സപര്യമാണ് നന്നായി പൂജിക്കപ്പെടുന്നവനായി ഭക്തൈക വത്സലം ഭക്തജനങ്ങളോട് ഏറ്റവും അധികം വാത്സല്യമുള്ളവനായി അമത്സര ഹൃത്സുബാന്ധം അമത്സരം ആരോടും ഒരു മത്സരബുദ്ധിയില്ലാത്ത നിർമ്മലമായ മനസ്സുള്ളവരുടെ ഹൃത്സു ഉള്ളിൽ അവരുടെ ഹൃദയത്തിൽ ബാന്ധം വിളങ്ങുന്നവനുമായ മത്സ്യാകൃതി മത്സ്യരൂപത്തിൽ അവതരിച്ചവനുമായ ഭുവനനാഥ അല്ലയോ ജഗന്നാഥ ഭവന്തം ഭജേ അങ്ങയെ ഞാൻ ഇതാ ഭജിച്ചു കൊള്ളുന്നു എന്ന്. അപ്പൊ നമ്മളിത് ഇവിടെ 5ാമത്തെ പ്രദേശമാണ് കാണുന്നത്. ഇളാവൃതത്തിന്റെ വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രമ്യകം എന്ന പ്രദേശം, ആ ഭൂഖണ്ഡം അല്ലെങ്കിൽ ആ വർഷം. അവിടെ ആ രമ്യക വർഷത്തിന്റെ നാഥൻ മനുശ്രേഷ്ഠനായ വൈവസ്വത മനുവാണ്. വൈവസ്വത മനു അവിടെ ഭഗവാനെ മത്സ്യരൂപത്തിൽ ഭഗവാന്റെ മത്സ്യാവതാരത്തെയാണ് പൂജിക്കുന്നത്. ആ അവതാരത്തിന്റെ പ്രത്യേകത ഭക്തജനങ്ങളോട്
ഏറ്റവും വാത്സല്യമുള്ളവനും ആരോടും ഒരു മത്സരബുദ്ധി ഇല്ലാത്ത നിർമ്മലമായ മനസ്സുള്ളവരുടെ ഹൃദയത്തിൽ വിളങ്ങുന്നവനുമായ ഭഗവാനാണ് മത്സ്യരൂപത്തിൽ ഭഗവാന്റെ മത്സ്യാവതാരം. ആ അവതാര രൂപത്തെയാണ് അവിടെ വൈവസ്വത മനു ഈ രമ്യകം എന്ന ദേശത്ത് ഭഗവാനെ ഉപാസിക്കുന്നത് മത്സ്യാവതാരത്തെയാണ്. അങ്ങനെയുള്ള ഭഗവാനെ ഞാനിതാ അങ്ങയെ ഭജിച്ചു കൊള്ളുന്നു എന്നാണ് ഇവിടെ 5-ാമത്തെ ശ്ലോകത്തിലും പറയുന്നത്. 6-ാമത്തെ ശ്ലോകം മുതൽ അടുത്ത ഭാഗത്തിൽ.